മഹേന്ദ്ര എന്ന ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഓരോ മോഡലുകൾ ഇറക്കി നമ്മളെ ഒന്ന് ഞെട്ടിക്കാറുണ്ട്. ഞെട്ടുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ആയിരിക്കും മഹേന്ദ്രയുടെ വണ്ടികളിൽ. അത്തരത്തിൽ നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഇപ്പോൾ പുതിയ ഇറക്കിയ ഒരു മോഡലാണ് XUV3 XO. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 7 സീറ്റർ വാഹനമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് മുൻവശത്തിന് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ബോണറ്റിൽ കാണുന്ന ബൾജിയായിട്ട് നിൽക്കുന്ന ഈ ക്യാരക്ടർ ലൈന് നല്ല മനോഹരമാക്കി അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു 7 സീറ്റർ വാഹനമാണെന്നാണ് ആദ്യം തോന്നുക. പക്ഷേ ഇതൊരു 5 സീറ്റർ വാഹനമാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി ക്രോമിയത്തിൻ്റെ എലിമെൻസും അതേ നടക്ക് മഹേന്ദ്രയുടെ പുതിയ ലോഗോവും കാണാൻ സാധിക്കും. അത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഡയമണ്ട് കട്ടുകൾ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ ഫോഗ് ലാമ്പില്ല, LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. DRLും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരുപാട് ക്രോമിയം ഒന്നും കൊടുത്ത് വൃത്തികേടാക്കാതെ മനോഹരമായ മുൻവശം. ഇവിടെ വലിയൊരു എയർ ഡാം കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്ററും കാണാം. അടിയിലൊരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അത് സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമാക്കി തന്നെ നിർത്തിയിട്ടുണ്ട് മുൻവശം. പിന്നെ ഇതിൽ മേലെ കാണുന്നത് ഇൻഡിക്കേറ്ററും അടിയിൽ DRലുമാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഇതിൽ ഇല്ല. ഇതൊരു 4x4 വാഹനം അല്ലെങ്കിലും അത്യാവശ്യം ഓഫ് റോഡിൽ കൂടെയൊക്കെ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 201 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ബമ്പറിൻ്റെ ഭാഗം നല്ല രീതിയിലൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു യൂണിറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 3990 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 1821 മില്ലിമീറ്റർ വിത്തും വരുന്നുണ്ട്. 2600 മില്ലിമീറ്റർ വീൽ ബേസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ നോക്കുമ്പോൾ ഇതിനു മുന്നേ ഇറങ്ങിയ മഹേന്ദ്രയുടെ XUV300 ഒരു മുഖച്ഛായ എവിടെ കാണാമെങ്കിലും പുറകിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മഹേന്ദ്ര 300യിൽ നിന്ന് പരിണമിച്ച ഒരു വണ്ടി എന്ന് വേണം നമുക്ക് ഇതിനെ പറയാനായിട്ട്. എന്തുകൊണ്ടും സുന്ദരനായ ഒരു SUV ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു വണ്ടി തന്നെയാണ് XUV3 XO എന്ന ഈ കാണുന്ന ഈ വണ്ടി. ഇപ്പോൾ ഈ കാണുന്ന വണ്ടിയുടെ കളറ് എവറസ്റ്റ് വൈറ്റ് എന്നൊരു കളറാണ്. അങ്ങനെ നമ്മൾ റൂഫിലേക്ക് വരുമ്പോൾ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. മേലെ നമുക്കൊരു സൺ റൂഫ് കാണാൻ സാധിക്കും. എല്ലാ മോഡലിലും സൺ റൂഫ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഉപഭോക്താക്കൾക്ക് ഒരു ലോട്ടറി പോലെയാണ് അതൊക്കെ. ഇവിടെ ബ്ലാക്ക് കളറിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ ഇതിൽ ഇല്ല. ഇതിൻ്റെ ലക്ഷറി പേരിന് 360 ക്യാമറ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ക്ലാഡിങ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അത്യാവശ്യം ചെളിയൊക്കെ തെറിച്ചാലും തുരുമ്പൊന്നും ബോഡിക്ക് പിടിക്കില്ല. പിന്നെ ഇവിടെ മഹേന്ദ്രയുടെ ആ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ ടയറും അലോവീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട് കട്ട് അലോവീൽസാണ് കൊടുത്തിരിക്കുന്നത്. 205/65 R16 ആണ് ടയറിൻ്റെ സൈസ് വരുന്നത്. ഈ കാണുന്ന ക്ലാഡിങ് വണ്ടിയിൽ മൊത്തം ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുമ്പോഴും നമുക്ക് ബോഡിയിലേക്ക് വലിയ കാര്യമായിട്ടുള്ള തട്ടലൊന്നും സംഭവിക്കില്ല. പിന്നെ ചെറിയൊരു കട്ടിങ് ഒക്കെ കാണാൻ സാധിക്കും മങ്കാടിൻ്റെ അവിടെ. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ലോഗോൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെന്തായാലും നല്ല വൃത്തിയായിട്ടുണ്ട്. ബാക്കിലും വരുന്നത് സെയിം ടയറുകൾ തന്നെയാണ് ടയറിന് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ വാല് പോലൊരു ആൻറ്റിനയും സ്പോയിലറും പിന്നെ അതിൽ ബ്രേക്ക് ലൈറ്റും ഡീഫോഗറും ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട്. പുറകിലും DRലും LED സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഹേന്ദ്രയുടെ ലോഗോയും XUV3 XO എന്ന ബാഡ്ജിങ്ങും കാണാൻ പറ്റും. 2 റിഫ്ലക്റ്ററോട് കൂടിയ പ്ലാസ്റ്റിക്കിൻ്റെ ബമ്പറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ബമ്പറാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ബോഡി കളറോട് കൂടിയ ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചില വണ്ടികൾ കാണാൻ പറ്റും ബോഡി കളർ വേറെ ഹാൻഡിലിൻ്റെ കളർ വേറെ. അത് ഇത്തിരി വൃത്തിയായിട്ട് തോന്നാറുണ്ട്. ഇതെന്തായാലും ആ കാര്യത്തിൽ ഒരു മാറ്റം മഹേന്ദ്ര വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു
വണ്ടി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. മൊത്തത്തിൽ നമുക്ക് വണ്ടിയുടെ ഡിസൈൻ നോക്കുമ്പോൾ XUV300 എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിലും വലിയൊരു മാറ്റം എന്തായാലും ഡിസൈനിൽ സംഭവിച്ച് XUV3XO ആയി മാറിയിട്ടുണ്ട്. നമ്മളിനി ഡോറിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സൈഡിൻ്റെ ഡോർക്ക് ആയി നോക്കാം. 90 ഡിഗ്രിയിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ ഒരു ട്യൂട്ടർ, നല്ല വൃത്തിയുള്ള ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോക്ക് ഹാൻഡിൽ, ഒരു ഹാർമണ്ട് സ്പീക്കർ, പിന്നെ മിറർ, ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പവർ വിൻഡോ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെതറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പേപ്പേഴ്സും കാര്യങ്ങളും, 2 ബോട്ടിൽ ഹോൾഡറും, പിന്നെ മഴയൊക്കെയുള്ള ഒരു കുടയും വേണമെങ്കിൽ വെച്ചോ. അതിന് വേണ്ട സൗകര്യങ്ങൾ മഹേന്ദ്ര അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കളർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നല്ല മനോഹരമായ ഒരു ഡോറെന്ന് വേണം പറയാനായിട്ട്. ഇനി നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ലക്ഷറി വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിൽ മഹേന്ദ്ര ഡിസൈൻ ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. വൈറ്റും ബ്ലാക്കോടും കൂടിയ 2 ടോണിലുള്ള കളറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ വൈറ്റ് കളറ് ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ റോഡുകളെയും കാര്യങ്ങൾ അപേക്ഷിച്ച് നമ്മളൊന്ന് നോക്കുമ്പോൾ ഈ വൈറ്റ് കളർ എത്രത്തോളം നമുക്കത് പ്രാക്ടിക്കലാവും എന്നറിയില്ല. കാരണം ചെളിയും കാര്യങ്ങളൊക്കെ തെറിക്കാനുള്ള സാധ്യതയുള്ള എൻ്റെ പേരിൽ. എന്തായാലും നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ നോർമൽ ചാവിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കെന്തായാലും താക്കോൽ, ഇത് കീലെസ് എൻട്രിയാണ്, അപ്പോൾ താക്കോലിൻ്റെ ആവശ്യമില്ല. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ 26 സെൻറ്റിമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് ഇടാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ക്ലച്ച് പെഡൽ ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. പാസഞ്ചർ എയർ ബാഗ് ഓഫാണെന്ന് കാണിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഇടില്ല, വണ്ടി ഓടിക്കുമ്പോട്ടോളം. പിന്നെ മൈലേജ് ഇതിലിപ്പോൾ കാണിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കാം. ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓൺ ചെയ്തു. അപ്പോൾ ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ABS, EBD, ESP, പിന്നെ ടയർ പ്രഷറിങ് മോണിറ്ററിങ്, നാവിഗേഷൻ സിസ്റ്റം എന്ന് വേണ്ട സകല സംവിധാനങ്ങളും നമുക്ക് ഈ മീറ്ററിൽ അറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു മീറ്റർ, കുറേ സാധനങ്ങളും കുത്തി കയറ്റാണ് വൃത്തിയുള്ള മീറ്റർ. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ വോളിയം ബട്ടൺസ് കാണാൻ പറ്റും. വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ബട്ടൺസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ലൈറ്റിൻ്റെ സ്വിച്ച് നല്ല മനോഹരമായിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്വിച്ചാണ്. ഇപ്പുറത്ത് നമുക്ക് വൈപ്പറിൻ്റെ സ്വിച്ച്, വാഷർ കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം. നമ്മൾ 700 കണ്ട പോലത്തെ ഒരു ലിവറൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഡമ്മി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. 10.24 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് വേണ്ട സകല സംവിധാനങ്ങൾ ഇതിലുണ്ട്. പിന്നെ നല്ല ഫാസ്റ്റായിട്ട് നമുക്കതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വോളിയം ബട്ടണാണ്, നല്ല വൃത്തിയുള്ളൊരു വോളിയം ബട്ടൺ. അതുപോലെ ഇതിൽ FM സംഭവങ്ങൾ എല്ലാം ഉണ്ട്. 6 സ്പീക്കറാണ് ഇതിന് വരുന്നത്. പിന്നെ AC വെൻ്റൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നിലവാരമുള്ള സ്വിച്ചസാണ് മഹേന്ദ്ര ഇതിൽ നമുക്കിട്ട് തരാം. പിന്നെ ഡ്യുവൽ സോൺ AC സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഈ സെഗ്മെൻറ്റിൽ നല്ല ഹയസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ സ്വിച്ചസ്, പാസഞ്ചർ എയർ ബാഗ് കാര്യങ്ങൾ, പിന്നെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. 1-2 ഫോൺ വയ്ക്കാം. പിന്നെ ഇതൊരു മാനുവൽ വേരിയൻ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. 6 ഗിയർ ട്രാൻസ്മിഷൻ്റെ ലിവറാണ്. നല്ല സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ വയ്ക്കാനുള്ള ഒരു സ്പോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഹാൻഡ് ബ്രേക്കാണ് ഇതിലുള്ളത്. അത് ഇലക്ട്രോണിക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് വരുന്നുണ്ട് ലക്ഷറി വേരിയൻറ്റിൽ.
പിന്നെ എൻ്റെ കൈയിൻ്റെ പകുതി കടക്കാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സ് നമുക്ക് ഇതിൽ ആംറസ്റ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ലക്ഷറി വേരിയൻറ്റിൽ ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. എന്തുകൊണ്ടും നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇൻറ്റീരിയറാണ് നമുക്കിവിടെ മഹേന്ദ്ര സമ്മാനിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്ലോ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ലോണം സാധനങ്ങൾ വയ്ക്കാം. അതിൽ ലൈറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2 കളറോട് കൂടിയ ഡാഷ്ബോർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ മഹേന്ദ്രയുടെ സ്കോർപ്പിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ഡാഷ്ബോർഡായിരിക്കും. ഇത് നല്ല വലിപ്പമുണ്ട് ഈ ഡാഷ്ബോർഡിന്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഡാഷ്ബോർഡ് കാണാനായിട്ട്. അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഈ വൈറ്റും ബ്ലാക്കോട് കൂടിയുള്ള ഡാഷ്ബോർഡ് ഭംഗിയുണ്ട്. പക്ഷേ ഈ ഡോർ പാഡിക്കൊക്കെ വരുമ്പോൾ വൈറ്റ് കളർ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ. സീറ്റിലേക്ക് വരുമ്പോൾ നല്ല തൈ സപ്പോർട്ട് കൂടിയ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 5-7 ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഞാൻ ഈ സീറ്റ് പകുതി ഒന്ന് നീക്കിയിട്ടുള്ളൂ. കാല് നല്ല സുഖമായിട്ട് പെഡലിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നല്ല നമ്മളൊരു 7 സീറ്റർ വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു പൊസിഷനാണ് ഇതിൽ നമുക്ക് മഹേന്ദ്ര സമ്മാനിക്കുന്നത്. നല്ല ഫാബ്രിക് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള സ്റ്റിയറിങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുക. പിന്നെ ഇവിടെ റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചസാണ് ഇത്. പിന്നെ നമുക്ക് കണ്ണാടി വെക്കാനുള്ളൊരു സ്ഥലം. കണ്ണാടി അല്ല, വേറെ എന്തെങ്കിലും ഒളിപ്പിച്ചൊക്കെ വെക്കാം, വീഡിയോ താക്കോലൊക്കെ വെക്കാം. പിന്നെ ഇതിൽ സൺറൂഫിൻ്റെ സ്വിച്ചാണിത്. സൺറൂഫ് ഇത് ബ്ലൂടൂത്തിൻ്റെ മൈക്കാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ സൺറൂഫ് നോക്കാം. ഇതിൽ നോർമൽ സൺറൂഫാണ്. ഇതിൻ്റെ ലക്ഷറി വേരിയൻറ്റിൽ പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നോർമൽ സൺറൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടുണ്ട് അതൊക്കെ. അങ്ങനെ നമ്മൾ പുറകിലത്തെ മുന്നിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ 90 ഡിഗ്രി തുറന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോറും നല്ല വൃത്തിയുള്ള ഡോറ്. അതിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതിൽ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഡോറ്. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെയുള്ള സംവിധാനമാണ്. സ്വിച്ചുകളൊക്കെ ഒത്തിരി കുറവുണ്ടെന്നുള്ളൂ. പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ബോട്ടിലും അത്യാവശ്യം കൊടയും പടിയൊക്കെ വെക്കാവുന്ന ഒരു സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പുറകിലത്തെ ഡോറിൽ ഒരു സ്പീക്കറും ഒരു ഹാൻഡിലും പിന്നെ ഒരു ബോട്ടിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറുള്ള ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. വെൻറ്റിലേഷൻ ഒന്നുമില്ല, ഫാബ്രിക് സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഒന്ന് അകത്തേക്ക് കയറിയിട്ട് ഒന്ന് നോക്കിയാലോ. നല്ല തൈ സപ്പോർട്ടുണ്ട് കേട്ടോ അകത്ത്. ഞാനിപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് അത്യാവശ്യം പുറകെ വലിച്ചിട്ടുണ്ട്. എന്നിട്ടും നല്ല സുഖമായിട്ട് ഇരിക്കാം. സെൻറ്ററിൽ ഒരു ടണലുള്ളതിൻ്റെ പേരിൽ നമുക്ക് നടുക്കത്തെ ആൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ല, നല്ല സൗകര്യമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അതേ ഹൈറ്റ് തന്നെ ബാക്കിലുള്ളതിൻ്റെ പേരിൽ നമുക്ക് മുൻവശം നല്ല നമുക്കും സുഖമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പുറകിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോൺ വയ്ക്കാവുന്ന ഒരു പോക്കറ്റും പിന്നെ ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു പുറകുവശം, അതും വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സീറ്റിൻ്റെ കളർ എന്തായാലും ബ്ലാക്ക്, അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ്, നമുക്ക് 2 കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരാൾ ഇരിക്കണില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ തുറന്നിട്ടിട്ട് 2 പേർക്ക് കൈയൊക്കെ വെച്ചിട്ട് ഇരിക്കാം. മൂന്നാമതൊരാൾ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. പിന്നെ ഇവിടെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല സൗകര്യമായിട്ടുണ്ട്. നടുക്കത്തെ ആൾക്കും തല വെച്ചൊക്കെ സുഖമായിട്ട് ഇരുന്നും ഉറങ്ങിയൊക്കെ പോകാൻ പറ്റും. നമുക്കിനി ബാക്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല മനോഹരമായ കുഞ്ഞ് സ്വിച്ച്. അതിൽ ഞെക്കി കഴിഞ്ഞാൽ മേലേക്ക് അങ്ങോട്ട് നമ്മളോടും താങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് മേലേക്ക് പൊക്കോളും.
അങ്ങനെ നല്ല വലിയൊരു ഡോറ്. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് സീറ്റ് നമുക്ക് 60-40 ആയിട്ട് നമുക്ക് മറിച്ചിടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സ്പേസ് കിട്ടുന്നതാണ്. ഈ കാണുന്ന 2 സീറ്റ് നേരെ ഇട്ട് കഴിഞ്ഞാൽ 364 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പിനി ടയറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനി അലോയിലല്ല, ഇവിടെ സ്റ്റെപ്പിനി ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പിനി അലോയ് വീൽസ് അല്ല, സ്റ്റീലിൻ്റെ വീലാണ് സ്റ്റെപ്പിനി ടയറും കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്നാണ് ഒരു മാറ്റം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കിലത്തെ കാര്യങ്ങൾ. അപ്പോൾ സീറ്റൊക്കെ നമുക്ക് നേരേക്ക് ഇടാം. പിന്നെ ഈ 3 ഹെഡ് റെസ്റ്റ് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ, അത് നല്ല സൗകര്യമായിട്ടുണ്ട്. എന്തായാലും തലയൊക്കെ വെച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോം കുറച്ച് കുഴിയായ പോലെയൊക്കെ തോന്നി. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പൊക്കി ഇറക്കി വെക്കേണ്ടി വരും. പിന്നെ ഈ കൊടുത്ത പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവിടെ ഒരു ഹുക്ക് കാണാം, അത് നമുക്ക് 7 കിലോ സാധനങ്ങൾ നമുക്ക് തൂക്കിയിടാം. അത് ഇവിടെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് 7 കിലോ മാക്സിമം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല സൗകര്യമായിട്ടുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ തെറിച്ച് അങ്ങോട്ടും പോവാതെ അവിടെ കിടന്നോളും. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ ബാക്കിൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വിഷ്വലാണ് കേട്ടോ. നല്ല മനോഹരമായൊരു ഇൻറ്റീരിയർ അല്ലേ, എത്ര കണ്ടും മതിയാവില്ല. നമുക്ക് ഡിക്കി അടയ്ക്കാം. ഡിക്കിയൊക്കെ അടച്ചു. അങ്ങനെ നമുക്ക് ഇപ്പുറത്തേക്ക് വരാം. എൻജിൻ റൂം ഒന്ന് തുറന്നു നോക്കുക. നല്ല വെയിറ്റുള്ള ഒരു ഡോറാണ് കേട്ടോ. ബോണറ്റാണ്. അതിൽ ഷോക്ക് അബ്സോർബർ ഒന്നും കൊടുത്തിട്ടില്ല, ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ആയിട്ടുള്ള ലിവറാണ്, പണ്ട് കാലം തൊട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ലിവറാണ് കൊടുത്തിട്ടുള്ളത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ എൻജിനെ കുറിച്ചൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. നമ്മൾ മഹേന്ദ്രയുടെ വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഈ റോഡാണ് കാണാൻ പറ്റുക. അത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ മഹേന്ദ്രയുടെ വണ്ടിയൊക്കെ ചെയ്യണത് സ്ഥിരമായിട്ട് തൃശ്ശൂർ കുട്ടനാടുള്ള ഇറാ മോട്ടോഴ്സിനാണ്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട എൻ്റെ പേരിലാണ്, തൊട്ടടുത്തുള്ളത് ഇറാ മോട്ടോഴ്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ അവിടെ നിന്ന് വണ്ടി റിവ്യൂവിന് വേണ്ടി എടുക്കുക. പിന്നെ നല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കസ്റ്റമർ സർവീസ് തന്നെയാണ് ഇറാ മോട്ടോഴ്സിൻ്റെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഹേന്ദ്ര ഷോറൂം ഉള്ളത് ഇറാ മോട്ടോഴ്സിലാണെന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ 1.2 ലിറ്ററിൻ്റെ എംസ്റ്റാലിൻ ടർബോ ചാർജഡ് മൾട്ടി പോയിൻ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൈലേജിലേക്ക് വരുമ്പോൾ 18.89 km/ലിറ്ററാണ് നമുക്ക് മൈലേജ് കിട്ടുക. ഇതിൻ്റെ പല മോഡലുണ്ട്, 9 വേരിയൻ്റ് ഉണ്ട്. നമുക്ക് 9 വേരിയൻ്റ് ഉണ്ട് ഇതിൽ. അതിൽ 8 കളർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ 9 വേരിയൻറ്റിൽ പല വേരിയൻറ്റിലും നമുക്ക് മൈലേജിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ചില വേരിയൻറ്റിലൊക്കെ നമുക്ക് 20.1 km മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളും നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.3 മീറ്ററാണ് ഇതിൽ ടേണിംഗ് റേഡിയസ് ഉള്ളത്. നല്ലൊരു കമാൻഡിങ് പൊസിഷനുള്ള ഒരു സീറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഉയരത്തിലിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. അതായത് നമ്മളൊരു 7 സീറ്റർ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല വേരിയൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9 വേരിയൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതിൽ ഡീസൽ, പെട്രോൾ, അതിൽ പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് വേണ്ട എല്ലാ മോഡൽസും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 200 എന്നാണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. നമ്മളിതിന് മുന്നേ ലക്ഷറി വേരിയൻറ്റ് ചെയ്തിരുന്നു, അതിൽ നമുക്ക് 230 എണ്ണം ടോർക്ക് നമുക്ക് കിട്ടുന്നതാണ്. സ്പീഡ് നമ്മളൊരു 80 മേലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചെറിയ ബീപ്പ് സൗണ്ട് വരും. ആ സൗണ്ട് നല്ല മനോഹരമുള്ള സൗണ്ടാണ്. പക്ഷേ നമ്മളെന്തായാലും സൗണ്ട് കേൾക്കാൻ വേണ്ടി 80 മേലേക്ക് പോകുന്നു വേണ്ട, അത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. ഇതിൽ നമുക്ക് നാവിഗേഷൻ സിസ്റ്റം, അതുപോലെ ABS, EBD, ESP, ടയർ പ്രഷർ മോണിറ്ററിങ്, പിന്നെ 6 എയർ ബാഗ് എല്ലാ വേരിയൻറ്റിലും ഒരു ബേസ് മോഡലോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 360 ക്യാമറയില്ല, പകരം റിവേഴ്സ് ക്യാമറ ഇതിൽ അവൈലബിൾ ആണ്. 7.49 ലക്ഷം രൂപ മുതലാണ് ഓരോ വേരിയൻറ്റിനും സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷറി വേരിയൻറ്റിൻ്റെ വില 14 ലക്ഷമാണ്. അതിൻ്റെ നമ്മൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ടോ നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി ബുക്ക് ചെയ്യുക, വണ്ടി വാങ്ങിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും ഈ സെഗ്മെൻറ്റ് കീഴടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ മഹേന്ദ്ര 3XO എന്ന വണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു വണ്ടിയുടെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.